ഹായ് കുട്ടികളെ, നമ്മളിന്ന് ബേസിക് സയൻസിൻ്റെ 4th ചാപ്റ്റർ സീഡ്സ് ഓഫ് ലൈഫിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറുകൾ ചർച്ച ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിഫറെൻറ്റ് സീഡ്സ്? നമുക്ക് കുറച്ച് സീഡ്സുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിക്കാൻ തന്നിരിക്കുന്നത്. നെയിം ഓഫ് ദ പ്ലാന്റ് മാംഗോ. കളർ ലൈറ്റ് ബ്രൗൺ. സൈസ് ലാർജ്. ഷേപ്പ് ഓവൽ സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ്. Other features hard outer shell, fibrous texture. Name of the plant sunflower. രണ്ടാമത്തെ സീഡിൻ്റെ പേരാണ് സൺഫ്ലവർ. കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രിപ്പഡ്. സൈസ് സ്മോൾ. ഷേപ്പ് ഓവൽ സ്ലൈറ്റ്ലി പോയിൻറ്റഡ് അറ്റ് വൺ എൻഡ്. Other features സ്മൂത്ത് സർഫസ്, ലൈറ്റ് വെയ്റ്റ്. നെയിം ഓഫ് ദ പ്ലാന്റ് മൂന്നാമത്തെ പ്ലാന്റിൻ്റെ പേര് ആപ്പിൾ. കളർ ബ്രൗൺ. സൈസ് സ്മോൾ. ഷേപ്പ് ടിയർ ഡ്രോപ്പ് ഷേപ്പ്. അതർ ഫീച്ചേഴ്സ് സ്മൂത്ത് സർഫസ്, ഹാർഡ്. നെയിം ഓഫ് ദ പ്ലാന്റ് ടൊമാറ്റോ. കളർ യെല്ലോയിഷ് ബ്രൗൺ. സൈസ് ടൈനി. ഷേപ്പ് ഫ്ലാറ്റ് ഡിസ്ക് ലൈക്ക്. അതർ ഫീച്ചേഴ്സ് സ്മൂത്ത് സർഫസ്, സ്ലൈറ്റ്ലി സ്റ്റിക്കി വെൻ ഫ്രഷ്. Name of the plant pea. Color green. Size medium. Shape spherical. Other features smooth surface, soft. അടുത്തത് name of the plant corn. Color yellow or white. Size medium. Shape oval. Other features hard outer shell, smooth surface. At the second question, what are the necessary factors for germination? ജെർമിനേഷന് മുളയ്ക്കുന്നതിന്, വിത്തുകൾ മുളയ്ക്കുന്നതിന് എന്തൊക്കെയാണ് അത്യാവശ്യമായ ഘടകങ്ങൾ? വാട്ടർ, വെള്ളം വേണം അല്ലേ. സീഡ്സ് നീഡ് വാട്ടർ ടു സ്വെൽ ആൻഡ് സ്റ്റാർട്ട് ദ ജെർമിനേഷൻ പ്രോസസ്. അതായത് സീഡ് ജെർമിനേറ്റ് ചെയ്ത് വരുന്നതിന് എന്താവശ്യമാണ്? വാട്ടർ അത്യാവശ്യമാണ്. അടുത്ത ഘടകം എന്താ? അടുത്ത ഫാക്ടർ എന്താ? എയർ. സീഡ്സ് നീഡ് എയർ, എസ്പെഷ്യലി ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ. സീഡ്സിന് ഓക്സിജൻ അത്യാവശ്യമാണ്. എന്തിനാ? റെസ്പിറേഷന് വേണ്ടി അല്ലേ, ഓക്സിജൻ അത്യാവശ്യമാണ്. മൂന്നാമത്തെ ഫാക്ടർ സ്യൂട്ടബിൾ ടെമ്പറേച്ചർ. സീഡ്സ് നീഡ് ദ റൈറ്റ് ടെമ്പറേച്ചർ ടു ജെർമിനേറ്റ്. സീഡ്സിന് ജെർമിനേറ്റ് ചെയ്യാൻ ടെമ്പറേച്ചർ, സ്യൂട്ടബിൾ ടെമ്പറേച്ചർ ആവശ്യമാണ്. സം സീഡ്സ് നീഡ് വാംത്ത് വൈൽ അതേഴ്സ് ക്യാൻ ജെർമിനേറ്റ് ഇൻ കൂളർ ടെമ്പറേച്ചേഴ്സ്. ചില സീഡ്സുകൾക്ക് ചൂട് വേണം, ചിലതുകൾക്ക് ജെർമിനേറ്റ് ചെയ്യാൻ കൂളർ ടെമ്പറേച്ചർ മതി, ചെറിയ ടെമ്പറേച്ചർ മതി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് നോട്ട് ഓൾവേസ് നെസസറി ഫോർ ജെർമിനേഷൻ? സോയിൽ. സീഡ്സ് ക്യാൻ ജെർമിനേറ്റ് വിത്തൗട്ട് സോയിൽ ലൈക്ക് ഇൻ എ വെറ്റ് കോട്ടൺ ബോൾ, ബട്ട് സോയിൽ പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ് ആൻഡ് സപ്പോർട്ട് സച്ച് ആസ് സീഡ്ലിംഗ് ഗ്രോസ്. അപ്പം എന്താ? സീഡ്സ് ജെർമിനേഷന് അത്യാവശ്യമില്ലാത്ത ഫാക്ടേഴ്സും ഉണ്ട് അല്ലേ. സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ അത്യാവശ്യമില്ലാത്ത ഫാക്ടേഴ്സുകളുണ്ട്. അവ ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? സോയിൽ നമുക്ക് സീഡ് ജെർമിനേറ്റ് അത്യാവശ്യ ഒരു ഫാക്ടർ അല്ല. നമ്മൾ കോട്ടൺ ബോൾ വെച്ചും നമ്മൾ സീഡ്സിനെ മുളപ്പിച്ച് നമ്മൾ കണ്ടതല്ലേ. ഓക്കെ. പിന്നെ സൺലൈറ്റ്. സീഡ്സ് ക്യാൻ സ്റ്റാർട്ട് ജെർമിനേറ്റിംഗ് ഇൻ ഡാർക്ക്നെസ്, ബട്ട് സൺലൈറ്റ് ഈസ് നീഡഡ് ലേറ്റർ ഫോർ ദ പ്ലാന്റ് ടു ഗ്രോ സ്ട്രോങ് ആൻഡ് ഹെൽത്തി. സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ നമുക്ക് സൺലൈറ്റ് ആവശ്യം. സൺലൈറ്റ് അത്യാവശ്യം ഘടകമല്ല. എന്നാൽ സസ്യങ്ങൾ ശരിയായ രീതിയിൽ വളരുന്നതിനും ഹെൽത്തി ആയിരിക്കുന്നതിനും സൺലൈറ്റ് ആവശ്യമാണ്. ഓക്കെ. അടുത്ത വാട്ട് ഈസ് ജെർമിനേഷൻ? ജെർമിനേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് ഗ്രോയിങ് ഇൻ ടു എ സീഡ്ലിംഗ് അണ്ടർ ഫേവറബിൾ സർക്കംസ്റ്റൻസസ്. വിത്തിനകത്തിരിക്കുന്ന എംബ്രിയോ മുളച്ച് പുറത്തേക്ക് വരുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ജെർമിനേഷൻ. അടുത്ത ജെർമിനേഷൻ ഇൻ സീഡ്. ഒരു സീഡ് നടക്കുന്ന ജെർമിനേഷൻ പ്രോസസ്സുകളാണ് താഴെ പറയുന്നത്. റാഡിക്കൽ. ദ ഫസ്റ്റ് ടു കം ഔട്ട് ഫ്രം ദ സീഡ്സ് ഡ്യൂറിങ് ജെർമിനേഷൻ ഈസ് കോൾഡ് റാഡിക്കൽ അല്ലേ. ഫസ്റ്റിലെ നമ്മുടെ വിത്തിനകത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന എന്തോ ജെർമിനേറ്റ് ചെയ്ത് റാഡിക്കലാണ് അല്ലേ. റാഡിക്കൽ ഗ്രോസ് ഇൻ ടു ദ സോയിൽ ആൻഡ് ഫോംസ് റൂട്ട്. റാഡിക്കൽ നമുക്ക് വേരായിട്ട് മണ്ണിലേക്ക് വളരുന്നു. അടുത്ത പ്ലമ്യൂൾ. ദ പ്ലമ്യൂൾ ഈസ് ദ പോർഷൻ ദാറ്റ് ഗ്രോസ് അപ്വേർഡ്സ് ഫ്രം ദ എംബ്രിയോ. ദ പ്ലമ്യൂൾ ഗ്രോസ് ഇൻ ടു ദ സ്റ്റെം ആൻഡ് ലീവ്സ്. പ്ലമ്യൂൾ എന്തുവാ അല്ലേ, നമ്മൾ പഠിച്ചതല്ലേ.
ഇസ് ദ പോർഷൻ ദാറ്റ് ഗ്രോസ് അപ്വേർഡ്സ് ഫ്രം ദ എംബ്രിയോ. എംബ്രിയോയിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന പാർട്ടാണ് പ്ലമ്യൂള്. അത് എന്തായിട്ട് വരുന്ന സ്റ്റെമും ലീവ്സും ആയിട്ട് മാറുന്നു. അത് കോട്ടിലിഡൻ. The germinating seed uses the food of cotyledon until the leaves grow enough to synthesize food. ചെടി തന്നെ സ്വയം ഭക്ഷണം പാകം ചെയ്യുന്നവരെ ചെടിക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് നൽകുന്നത് ആരാ? കോട്ടിലിഡൻ. ഓക്കെ. At the record the changes that occur in 5 days in the table. അതായത് നമുക്ക് ചെടിയുടെ പടങ്ങൾ 5 സ്റ്റേജിലുള്ള ചെടിയുടെ പടങ്ങൾ തന്നിട്ടുണ്ട്, വിത്തിൻ്റെ പടങ്ങൾ തന്നിട്ടുണ്ട്. ആ 5 സ്റ്റേജുമാണ് നമ്മളെ 1 by 1 ആയിട്ട് പറയുന്നത്. ഈ പിക്ചർ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഡേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. സൈസ് ഓഫ് ദ സീഡ് എങ്ങനെയായിരിക്കും? ദ സീഡ് ബിക്കം സോക്ക്ഡ് ആൻഡ് ഗ്രോസ് ബിഗർ. ഔട്ടർ കവറിംഗ് ഓഫ് ദ സീഡ് എങ്ങനെയായിരിക്കും? ഇൻടാക്റ്റ്. റാഡിക്കൽ നോട്ട് വിസിബിൾ. പ്ലമ്യൂൾ നോട്ട് വിസിബിൾ അല്ലേ? കോട്ടിലിഡൻ ഇൻസൈഡ് ദ സീഡ്. അപ്പം ഫസ്റ്റ് ഡേയിൽ എങ്ങനെയായിരിക്കും സീഡിൻ്റെ സൈസ് എന്ന് പറയുന്നത്? അത് ഇച്ചിരി വലുതായി വരുന്നു അല്ലേ? സീഡ് കുറച്ച് വലുതായി വരുന്നു. പിന്നെ അതിൻ്റെ കവറിങ് എന്തുമായിരിക്കും? കവറിങ് ഇൻടാക്റ്റ്, നല്ല കട്ടിയുള്ള കവറിങ് ആയിരിക്കും അല്ലേ? റാഡിക്കളും പ്ലമ്യൂളും കോട്ടിലിഡൻ നമുക്ക് റാഡിക്കളും പ്ലമ്യൂളും കാണാൻ പറ്റത്തില്ല, നോട്ട് വിസിബിൾ ആയിരിക്കും. കോട്ടിലിഡൻ ഇൻസൈഡ് ദ സീഡിൽ ഉണ്ടായിരിക്കും. സെക്കൻഡ് ഡേയിൽ എന്തുമായിരിക്കും? സൈസ് ഓഫ് ദ സീഡ് എങ്ങനെയായിരിക്കും? ദ സീഡ് കണ്ടിന്യൂസ് ടു സ്വെൽ. സീഡ് പതുക്കെ സ്വെല്ലാകുന്നു. ഔട്ടർ കവറിങ് സ്റ്റാർട്ടിങ് ടു ലൂസൺ. പതുക്കെ ഔട്ടർ കവറിങ് ലൂസനാകാൻ തുടങ്ങുന്നു. റാഡിക്കളോ എമർജ് ഫ്രം ദ സീഡ്. സീഡിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങുന്നു. പ്ലമ്യൂൾ കാണാൻ പറ്റുന്നില്ല, നോട്ട് വിസിബിൾ. കോട്ടിലിഡൻ ഇൻസൈഡ് ദ സീഡ് തന്നെയാണ്. തേർഡ് ഡേയിലോ സൈസ് ഓഫ് ദ സീഡ്. സീഡ് ഈസ് സ്വോളൻ ആൻഡ് സ്റ്റാർട്ട്സ് ടു ക്രാക്ക് ഓപ്പൺ അല്ലേ? പതുക്കെ സീഡ് പൊട്ടുന്നു. ഔട്ടർ കവറിങ് ഓഫ് ദ സീഡ് ലൂസിങ് മോർ അല്ലേ? റാഡിക്കിൾ പതുക്കെ ഗ്രോയിങ് ലോങ്ങർ ആവുന്നു. പ്ലമ്യൂള് എമർജിങ് ഫ്രം ദ സീഡ്. സീഡിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. കോട്ടിലിഡൻ സ്റ്റാർട്ടിങ് ടു കം ഔട്ട്. വിത്തിന് വെളിയിലേക്ക് വരുന്നു. ഫോർത്ത് ഡേയില സൈസ് ഓഫ് ദ സീഡ് എങ്ങനെയായിരിക്കും? ദ സീഡ് ഈസ് ലാർജർ ആവുന്നു. തിക്ക് ആൻഡ് ദ ക്രാക്ക് വൈഡൻസ് അല്ലേ? പൊട്ടി രണ്ടായിട്ട് പൊട്ടുന്നു. ഔട്ടർ കവറിങ് ഓഫ് ദ സീഡ് എങ്ങനെയായിരിക്കും? ക്രാക്കിംഗ് ഓപ്പൺ അല്ലേ? പൊട്ടി പോകുന്നു. റാഡിക്കളോ ഗ്രോയിങ് ലോങ്ങർ ആൻഡ് തിക്കർ അല്ലേ? പ്ലമ്യൂൾ ഗ്രോയിങ് അപ്വേർഡ്സ്, മുകളിലേക്ക് വളരുന്നു. കോട്ടിലിഡൻ എന്തായാലും പാർഷ്യലി ഔട്ട് ഓഫ് ദ സീഡ്. സീഡിൽ നിന്ന് പാർഷ്യലി പുറത്തേക്ക് വരുന്നു. ഓക്കെ. ഫിഫ്ത്ത് ഡേയിലോ ദ സൈസ് ഓഫ് ദ സീഡ്. ദെൻ സീഡ് ഈസ് ഫുള്ളി സ്വോളൻ ആൻഡ് ദ ക്രാക്ക് ഈസ് പ്രൊമിനൻറ്റ്. മൊത്തത്തിൽ പൊട്ടി പുറത്തേക്ക് വരുന്നു. ഔട്ടർ കവറിങ് ഓഫ് ദ സീഡ് ഷെഡിങ് ഓഫ്. ഔട്ടർ കവറിങ് എന്തോ പൊഴിഞ്ഞ് താഴെ വീഴുന്നു അല്ലേ? താഴത്തേക്ക് വീഴുന്നു, പൊഴിഞ്ഞ് വീഴുന്നു. റാഡിക്കളോ ക്ലിയർലി വിസിബിൾ ആൻഡ് ഗ്രോയിങ് ഡീപ്പർ ഇൻ ടു ദ സീൽ. നന്നായിട്ട് കാണുകയും മണ്ണിനുള്ളിലേക്ക് വളരുകയും ചെയ്യുന്നു. പ്ലമ്യൂളോ ഗ്രോയിങ് അപ്വേർഡ്സ് ആൻഡ് ഷോയിങ് സൈൻസ് ഓഫ് ലീവ്സ്. ലീവ്സൊക്കെ ആയിട്ട് മാറാൻ തുടങ്ങുന്നു. കോട്ടിലിഡനോ ഫുള്ളി ഔട്ട് ആൻഡ് സ്റ്റാർട്ടിങ് ടു ഡെവലപ്പ്. പതുക്കെ പതുക്കെ പുറത്തേക്ക് വന്ന് വളരാൻ തുടങ്ങുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹൈഡ്രോപോണിക്സ്? എന്താണ് ഹൈഡ്രോപോണിക്സ്? ഹൈഡ്രോപോണിക്സ് ഈസ് എ ന്യൂ മെത്തേഡ് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ് വിത്തൗട്ട് സോയിൽ. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ പറയുന്നത് ഹൈഡ്രോപോണിക്സ്. ഇൻ ദിസ് മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ എ ന്യൂട്രിയൻ സൊല്യൂഷൻ ഇൻസ്റ്റെഡ് ഓഫ് സോയിൽ. മണ്ണിൻ്റെ പകരം ഒരു ന്യൂട്രിയൻ സൊല്യൂഷനാണ് ഇതിന് കൾട്ടിവേഷനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ? ചെടികളുടെ പ്ലാന്റ്സിൻ്റെ കൾട്ടിവേഷൻ ഉപയോഗിക്കുന്നത്. കോണിൽ 1 കോട്ടിലിഡൻ. ഓക്കെ. അടുത്ത വാട്ട് ഈസ് എൻഡോസ്പേം? എൻഡോസ്പേം ഈസ് ദ പാർട്ട് അറ്റാച്ച്ഡ് ടു ദ കോട്ടിലിഡൻ. കോട്ടിലിഡനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പാർട്ടാണ് എൻഡോസ്പേം. ഇൻ പ്ലാന്റ്സ് വിത്ത് ഓൺലി 1 കോട്ടിലിഡൻ ദ ഫുഡ് ഫോർ ദ പ്ലാന്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ എൻഡോസ്പേം അണ്ടിൽ ദ സീഡ്സ് ജെർമിനേറ്റ് ആൻഡ് ഗ്രോ ഇറ്റ്സ് ലീവ്സ് അല്ലേ? ഒരു സീഡ്സ് വളർന്ന് ലീവ്സ് ആകുന്നവരെ അനാവശ്യമായ ഭക്ഷണങ്ങളൊക്കെ കരുതി വെച്ചിരിക്കുന്നത് എൻഡോസ്പേമിലും കോട്ടിലിഡനിലുമാണ്. ഓക്കെ. ഹൗ മെനി കോട്ടിലിഡൻസ് ഡസ് എ പീ സീഡ് ആൻഡ് കോൺ ഹാവ്? ഒരു പീക്കും ഒരു പയർ വിത്തിനും അതുപോലെ തന്നെ കോണിലും എത്ര കോട്ടിലിഡൻ ഉണ്ടായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പീ സീഡിൽ 2 കോട്ടിലിഡൻ ഉണ്ടായിരിക്കും. കോണിൽ 1 കോട്ടിലിഡൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോട്ടിലിഡൻ ആൻഡ് എൻഡോസ്പേം ഇൻ ഡിഫറെൻറ്റ് സീഡ്സ്? അതായത് ഡിഫറെൻറ്റ് സീഡ്സുകളിൽ കോട്ടിലിഡൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും എൻഡോസ്പേമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടാമറിൻഡിൽ കോട്ടിലിഡൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? 2 ലാർജ് ഹാവ്സ് ഇൻസൈഡ് ദ സീഡ് അല്ലേ? കോട്ടിലിഡൻ 2 ലാർജ് ഹൗസ് ആയിട്ട് ഉണ്ടായിരിക്കും. എൻഡോസ്പേം ആണെങ്കിലോ സറൗണ്ട്സ് ദ എംബ്രിയോ ചുറ്റിയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ജാക്ക് ഫ്രൂട്ടിൽ കോട്ടിലിഡൻ തിക്ക് ആൻഡ് ഫ്ലഷി ആയിരിക്കും, ഇൻസൈഡ് ദ സീഡ് കോട്ടിലായിരിക്കും. എൻഡോസ്പേമിലാണെങ്കിൽ ന്യൂട്രിയൻ റിച്ച് ടിഷ്യൂ സറൗണ്ടിങ് ദ എംബ്രിയോ. എപ്പോഴും എംബ്രിയോ ചുറ്റിയായിരിക്കും എൻഡോസ്പേം കാണപ്പെടുന്നത്.
കാഷ്യൂവിൽ കോട്ടിലിഡൻ എന്ന് പറയുന്നത് ലാർജ് ആൻഡ് കിഡ്നി ഷേപ്പിലായിരിക്കും കോട്ടിലിഡൻ. എൻഡോസ്പം എന്ന് പറയുന്നത് പ്രസൻറ്റ് ബട്ട് നോട്ട് ആസ് പ്രോമിനൻറ്റ്, പ്രസൻ്റ് ആയിരിക്കും എന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല അല്ലേ. റൈസ് അരികളിലാണെങ്കിൽ ധാന്യങ്ങളിലൊക്കെ ആണെങ്കിൽ കോട്ടിലിഡൻ സ്മോൾ ആൻഡ് തിൻ ആയിരിക്കും. ഇൻസൈഡ് ദ ഗ്രെയിനുള്ളിൽ തന്നെ ആയിരിക്കും അല്ലെ, ധാന്യത്തിനുള്ളിൽ തന്നെ ആയിരിക്കും, സ്മോൾ ആൻഡ് തിൻ ആയിരിക്കും. എൻഡോസ്പം സ്റ്റാർച്ചി പാർട്ട് ഓഫ് ദ ഗ്രെയിൻ ആയിരിക്കും. അടുത്ത കോട്ടിലിഡൻ എന്ന് പറയുന്നത് കോണിനകത്ത് കോട്ടിലിഡൻ സ്മോൾ ആൻഡ് അറ്റ് ദ ബേസ് ഓഫ് ദ കേർണൽ. എൻഡോസ്പേം മേക്സ് അപ്പ് ദ മെജോറിറ്റി ഓഫ് ദ കേർണൽ പ്രൊവൈഡിങ് സ്റ്റാർച്ച്. നിങ്ങൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ടീച്ചർ ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി ഇതൊക്കെ ഒന്ന്. അടുത്തത് വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ്സ് ഗീവ് റൈസ് ടു ന്യൂ പ്ലാന്റ്സ്. ഏതൊക്കെ ന്യൂ പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന ഏതൊക്കെ ചെടികളുടെ പാർട്സുകളിൽ നിന്നാണ് ന്യൂ പ്ലാന്റ്സുകൾ ഉണ്ടാകുന്നത്. താഴെ കുറച്ച് നമുക്ക് ചെടികൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഏതെല്ലാം പാർട്ടുകളിൽ നിന്നാണ് ന്യൂ പ്ലാന്റ്സ് ഉണ്ടാകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഹിബിസ്കസ് ന്യൂ പ്ലാന്റ്സ് ക്യാൻ ഗ്രോ ഫ്രം സ്റ്റെം കട്ടിങ്സിൽ നിന്നാണ് ഹിബിസ്കസ് ഉണ്ടാകുന്നത്. സെക്കൻഡ് വൺ ക്യൂൻ ഓഫ് ദ നൈറ്റ് നിശാഗന്ധി ന്യൂ പ്ലാന്റ്സ് ക്യാൻ ഗ്രോ ഫ്രം സ്റ്റെം കട്ടിങ്സ് തന്നെ. പഗോഡ ഫ്ലവർ ഓർ കൃഷ്ണകിരീടം ന്യൂ പ്ലാന്റ്സ് ക്യാൻ ഗ്രോ ഫ്രം സ്റ്റെം കട്ടിങ്സ്. ഇനി മിറാക്കിൾ ലീഫ് പ്ലാന്റ് ഇലമുളച്ചി ന്യൂ പ്ലാന്റ്സ് ക്യാൻ ഗ്രോ ഫ്രം ദ സ്മോൾ പ്ലാന്റ്ലെറ്റ്സ് ദാറ്റ് ഫ്രം അലോങ് ദ എഡ്ജസ് ഓഫ് ദ ലീവ്സിൻ്റെ എഡ്ജസിൽ നിന്നുമാണ് പുതിയ പ്ലാന്റ്സ് ഉണ്ടാകുന്നത്. വാട്ട് ഈസ് സീഡ് ഡിസ്പേഴ്സൽ. എന്താണ് സീഡ് ഡിസ്പേഴ്സൽ? Seed dispersal is the process in which seeds from the mother plant reach different locations. മദർ പ്ലാന്റിൽ നിന്നും സീഡ്സ് പല പല ലൊക്കേഷനുകളിലേക്ക് അല്ലെ പല പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടുന്നതിനെ പറഞ്ഞ പേരാണ് സീഡ് ഡിസ്പേഴ്സൽ. ദ ക്രീച്ചേഴ്സ് ദാറ്റ് ട്രാൻസ്പോർട്ട് പ്ലാന്റ് സീഡ്സ് ടു ഡിഫറെൻറ്റ് പ്ലേസസ്. ഇതൊക്കെ ജീവികളാണ് സീഡ്സ് ഡിഫറെൻറ്റ് പ്ലേസസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. സ്ക്യൂറൽ, ബേർഡ്സ്, ബാറ്റ്സ്, ആൺസ്, ഡിയർ, എലഫൻസ്, വിൻഡ്, വാട്ടർ. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഹ്യൂമൻസ് ഇൻ ഡെലിവറിങ് സീഡ്സ് ടു ഡിഫറെൻറ്റ് പ്ലേസസ്. ഇത്രയും നമ്മൾ പഠിച്ച ജീവികളുടെ റോളാണ്. ഇനി നമുക്ക് ഹ്യൂമൻ്റെ റോൾ അല്ലേ. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഹ്യൂമൻസ് ഇൻ ഡെലിവറിങ് സീഡ്സ് ടു ഡിഫറെൻറ്റ് പ്ലേസസ്. മറ്റുള്ള പ്ലേസസിലേക്ക് സീഡ്സ് ഡെലിവറി ചെയ്യാനുള്ള ഹ്യൂമൻ്റെ റോളുകൾ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഹ്യൂമൻസ് പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സീഡ്സ് ഇൻ വേരിയസ് വേസ്. ഫസ്റ്റ് വൺ അഗ്രികൾച്ചർ അല്ലേ, കൃഷിയിൽ മനുഷ്യന് വിത്ത് വിതരണത്തിൽ പങ്കുണ്ട്. ഹ്യൂമൻസ് പ്ലാന്റ് ക്രോപ്സ് ആൻഡ് ക്യാൻ ഇൻട്രൊഡ്യൂസ് സ്പീഷീസ് ടു ന്യൂ ഏരിയാസ് ഇൻറ്റൻഷനലി. പല പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് വിത്തുകൾ എത്തിക്കുന്നത് കൃഷി വഴിയാണ്. ഗാർഡനേഴ്സ് പ്ലാന്റ് സീഡ്സ് ആൻഡ് ക്യാൻ സ്പ്രെഡ് ദം ടു ന്യൂ ലൊക്കേഷൻസ്. പിന്നെന്തുവാ ട്രേഡ് ആൻഡ് ട്രാവൽ. സീഡ്സ് ക്യാൻ ബി ക്യാരിഡ് ആക്സിഡൻ്റലി ഓൺ ക്ലോത്തിങ് വെഹിക്കിൾസ് ഓർ ത്രൂ ദ ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ്. സീഡ്സ് എങ്ങനെ നമ്മുടെ ക്ലോത്ത് വഴിയാണ് അല്ലേ, ക്ലോത്തിൽ പറ്റി പിടിച്ചിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടില്ല. സീഡ് ഡിസ്പേഴ്സൽ ക്ലോത്ത് വഴി, വെഹിക്കിൾസ് വഴി, അല്ലെങ്കിൽ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വഴിയൊക്കെ സീഡ്സ് ഡിസ്പേഴ്സ് ചെയ്യപ്പെടാം. റീഫോറസ്റ്റേഷൻ പ്രോജക്ട്സ്. ഹ്യൂമൻ പ്ലാന്റ്സ് ട്രീസ് ആൻഡ് അതർ പ്ലാന്റ്സ് ടു റീസ്റ്റോർ ഫോറസ്റ്റ്. വനനശീകരണത്തിൻ്റെ ഭാഗമായിട്ട് വനങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിന് റീസ്റ്റോർ അല്ലെ ഫോറസ്റ്റുകൾ വെച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടി സീഡ്സുകൾ നമ്മൾ ഡെലിവറി ചെയ്യാറുണ്ട്. ഹോർട്ടിക്കൾച്ചർ. ദ കൾട്ടിവേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഓർണമെൻ്റൽ പ്ലാന്റ്സ് ക്യാൻ ലീഡ് ടു സീഡ് ഡിസ്പോസൽ. നമ്മൾ ഗാർഡനുകളിലൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി അല്ലേ ഹോർട്ടിക്കൾച്ചർ പൂക്കൃഷിക്ക് വേണ്ടി വിത്തുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ വൈ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഓഫ് ഓൺ വൺ റീജിയൻ. ഒരു റീജിയനിൽ തന്നെ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള സസ്യങ്ങളും അപ്പം മറ്റ് റീജിയനുകളിൽ ഒരേ പറമ്പിലുള്ള പ്ലാന്റ് തന്നെ മറ്റ് റീജിയനുകളിൽ ഒരേ റീജിയനിലുള്ള പ്ലാന്റ് തന്നെ മറ്റ് റീജിയനുകളിലും കാണപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം. If all the seeds of a plant fall and germinate at the base of the plant, they will not get the soil, water, sunlight and minerals they need to grow. So the seeds have to be dispersed to many places. ഒരു മരത്തിൻ്റെ തന്നെ ഒരുപാട് വിത്തുകൾ അതിൻ്റെ താഴെ തന്നെ വീഴുകയാണെങ്കിൽ അതിന് വളരുന്നതിനാവശ്യമായ വാട്ടർ, സൺലൈറ്റ്, സോയിൽ എന്നിവ മിനറൽസ് എന്നിവ കിട്ടാതെ വരുന്നത്. അതുകൊണ്ടാണ് ഇത് ദൂരേക്ക് ഡിസ്പേഴ്സ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അടുത്തത് ഹൗ ഡസ് കോക്കനട്ട് അഡാപ്റ്റ് ഫോർ ഫ്ലോയിങ് ത്രൂ വാട്ടർ. കോക്കനട്ട് ട്രീ വെള്ളത്തിൽ കൂടെ ഒഴുകി പോകുന്നുള്ള അഡാപ്റ്റേഷൻസ് എന്തൊക്കെ. ഈവൻ ഇഫ് ഇറ്റ് റിമെയിൻസ് ഇൻ വാട്ടർ ഫോർ എ ഫ്യൂ ഡേയ്സ് ഇറ്റ് വിൽ നോട്ട് റൂട്ട്. അല്ലേ, ഇത് ഒരുപാട് ദിവസം അല്ല കുറച്ച് ദിവസം വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് ഒരിക്കലും റോട്ടാകുന്നില്ല, ചീഞ്ഞു പോകുന്നില്ല. ഇറ്റ് വിൽ ഫ്ലോട്ട് ഇൻ ദ വാട്ടർ
ആസ് ദ ഹസ്ക് ഈസ് ഫീൽഡ് വിത്ത് എയർ. എന്തുകൊണ്ടാണ് പൊങ്ങിക്കിടക്കുന്നത്? അതിൻ്റെ തൊണ്ട് എയർ ഫില്ല് ചെയ്തിരിക്കുന്നുണ്ട്, അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. അപ്പോൾ ഈ രണ്ട് അനുകൂലങ്ങളാണ് കോക്കനട്ടിന് വെള്ളത്തിൽ കൂടെ ഒഴുകടക്കാൻ സഹായിക്കുന്നത്. വാട്ട് കുഡ് ബി ദ റീസൺ ബിഹൈൻഡ് അപ്പൂപ്പൻ ദാറ്റ് ഈസ് ബ്രാക്കറ്റിൽ മിൽക്ക് വിത്ത് പാപ്പസ് ഫ്ലൈയിങ് ഇൻ ദ വിൻഡ്. അതുപോലെ തന്നെ അപ്പൂപ്പൻ തടിയുടെ അനുകൂലങ്ങൾ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാ? ലൈറ്റ് സീഡ്, ഹെയർ ലൈക്ക് പാർട്സ് ടു ഫ്ലൈ, ഹാവ് പാർട്സ് ദാറ്റ് ഹെൽപ്സ് ടു ഫ്ലൈ അല്ലേ? ഹെയർ ലൈക്ക് പാർട്സ് ടു ഫ്ലൈ, ഹാവ് പാർട്സ് ദാറ്റ് ഹെൽപ്സ് ടു ഫ്ലൈ. വാട്ട് ആർ ദ ഫ്രൂട്ട്സ് അറൗണ്ട് യു ദാറ്റ് ആനിമൽസ് ആൻഡ് ബേർഡ്സ് ഈറ്റ്? നമ്മുടെ ചുറ്റുമുള്ള എന്തെല്ലാം ഫ്രൂട്ട്സുകളാണ് ആനിമൽസ് ബേർഡ്സൊക്കെ കഴിക്കുന്നതെന്ന്. മാംഗോസ്, ബനാനാസ്, ആപ്പിൾസ്, ഗ്രേപ്സ്, പപ്പായാസ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം കേട്ടോ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഫ്രൂട്ട്സ് ഓഫ് അട്രാക്റ്റിംഗ് ബേർഡ്സ്? ഈ നമ്മുടെ ഫ്രൂട്ട്സുകളുടെ എന്തെല്ലാം ഗുണങ്ങളാണ് ബേർഡ്സിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫ്ലഷി പാർട്സ്, ബ്രൈറ്റ് കളേഴ്സ്, സ്വീറ്റ് ടേസ്റ്റ്, ആരോമാറ്റിക്സ് സ്മെൽ, സോഫ്റ്റ് ടെക്സ്ചർ, ന്യൂട്രിയൻ റിച്ച് അല്ലേ? അതിൻ്റെ ഫ്ലഷി മാംസലമായ ഭാഗം, നല്ല ബ്രൈറ്റ് കളറ്, സ്വീറ്റ് ആയിട്ടുള്ള ടേസ്റ്റ്, നല്ല സ്മെല്ല്, ഇതൊക്കെയാണ് ഇവിടെ ആകർഷിക്കാനുള്ള കാരണം. അടുത്ത് നോക്കിയേ. ഹാവ് യു നോട്ടീസ്ഡ് ദാറ്റ് സം നോൺ എഡിബിൾ ഫ്രൂട്ട്സ് ഹാവ് പാർട്സ് ദാറ്റ് ഹെൽപ്പ് ദം സ്റ്റിക്ക് ടു അതർ തിങ്സ്? ഹൗ ഡു ദീസ് അഡാപ്റ്റേഷൻസ് ഹെൽപ്പ് ഇൻ സീഡ് ഡിസ്പേഴ്സൽ? നമ്മൾ പറഞ്ഞു ചില ഫ്രൂട്ട്സുകൾക്ക് നമ്മളെ എന്താ പിന്നെ പറ്റിപ്പിടിക്കില്ല, നമ്മുടെ സ്റ്റിക്ക് ചെയ്യും, നമ്മുടെ ഡ്രസ്സുകളിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് സീഡ് ഡിസ്പേഴ്സൽ നടത്തുന്നു. അങ്ങനെയുള്ളവരുടെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ്? എങ്ങനെയുള്ള അഡാപ്റ്റേഷൻസ് ആണ് ഇവയെ സീഡ് ഡിസ്പേഴ്സലിന് സഹായിക്കുന്നതെന്ന്? സം ഫ്രൂട്ട്സ് ഹാവ് സ്റ്റിക്കി പാർട്സ് ഓർ സ്ട്രക്ചേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദം adhere to animals, birds or other surfaces for dispersal. ഇവിടെ ഇവർക്ക് സ്റ്റിക്ക് ചെയ്യാനുള്ള പാർട്സ് ഉണ്ടല്ലേ, സ്റ്റിക്കി പാർട്സ് ഉണ്ട്. അത് എന്ത് ചെയ്യും? ആനിമൽസിൻ്റെയോ ബേർഡ്സിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർഫസിലോ അത് പറ്റിപ്പിടിക്കും അല്ലേ? ഈസ് ഫ്രൂട്ട്സ് ഹാവ് ഹുക്സ് ദാറ്റ് ക്ലിങ് ടു ഫർ ഓർ ക്ലോത്തിങ്. ക്ലോത്തിങ്ങിൽ, അതായത് എന്താ നമ്മുടെ ഡ്രസ്സുകളിലൊക്കെ പറ്റിപ്പിടിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അത് നമ്മളിത് കുടഞ്ഞ് താഴെ ഇടുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? സീഡ് ഡിസ്പേഴ്സൽ ആവുന്നു അല്ലേ? എക്സാമ്പിൾ ഷഫ് ഫ്ലവർ, ലവ് ഗ്രാസ് എക്സെട്ര. അടുത്തത്, വാട്ട് പ്ലാന്റ്സ് ഡു യു നോ ദാറ്റ് ബേസ്റ്റ് ആൻഡ് റിലീസ് സീഡ്സ് വെൻ ദ റൈപ്പൺ? നമുക്ക് അത് ബസ്റ്റ് ചെയ്യുന്ന അല്ലേ, റൈപ്പൺ ആകുമ്പം ഫ്രൂട്ട്സ് പാകമാകുമ്പം ബസ്റ്റ് ചെയ്ത് സീഡ് റിലീസ് ചെയ്യുന്ന ഇതൊക്കെയാണ്. ലേഡീസ് ഫിംഗർ, ബാൾസം, റബ്ബർ ഇവയൊക്കെയാണ് റൈപ്പൺ ആകുമ്പോൾ പാകമാകുമ്പോൾ ബേസ്റ്റ് ചെയ്ത് സീഡ് ഡിസ്പേഴ്സൽ നടത്തുന്നത്. അടുത്ത, ഫൈൻഡ് ഔട്ട് ദ മെത്തേഡ്സ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ. ഇതൊക്കെ മെത്തേഡുകളാണ് സീഡ് ഡിസ്പേഴ്സൽ നടത്തുന്നത്. ത്രൂ വിൻഡ് കൂടെ നടത്തുന്ന ഏതാ? മിൽക്ക് വീഡ് പാപ്പസ്. പിന്നെ ഏതൊക്കെയാ? ത്രൂ വിൻഡ് കാറ്റിലൂടെ നടക്കുന്ന മിൽക്ക് വീഡ് പാപ്പസ്. പൈൻ ട്രീസ് കൊടുക്കാം, മഹാഗണി, കോട്ടൺ വുഡ് ട്രീസ് ത്രൂ വിൻഡ് നടത്തുന്നത്. ത്രൂ ആനിമൽസ് ഏതൊക്കെയാണ്? ആരൊക്കെയാണ് നടത്തുന്നത്? ഗോവ, പോംഗ്രാനൈറ്റ്, മൾബറിയൊക്കെ ആനിമൽസ് വഴി ഡിസ്പേഴ്സൽ നടത്തുന്ന പ്ലാന്റ്സുകളാണ്. അടുത്ത, ത്രൂ വാട്ടറിൽ കൂടെയാ? കോക്കനട്ട്, വാട്ടർ ലില്ലി, ലോട്ടസ്, മാംഗ്രോവ്സ് അല്ലേ? ഇതൊക്കെ വാട്ടറിൽ കൂടെ സീഡ് ഡിസ്പേഴ്സൽ നടത്തുന്ന സസ്യങ്ങളാണ്. പിന്നെ ബൈ ബേസ്റ്റിംഗ് വഴി എങ്ങനെ ഏതൊക്കെയാ? ബേസ്റ്റിംഗ് വഴി നടത്തുന്നതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാ? ലേഡീസ് ഫിംഗർ, ബാൾസം, റബ്ബറൊക്കെ ബേസ്റ്റിംഗ് കൂടി സീഡ് ഡിസ്പേഴ്സൽ നടത്തുന്ന പ്ലാന്റ്സിന് എക്സാമ്പിളാണ്. അടുത്തത്, വാട്ട് ആർ ദ അതർ യൂസസ് ഓഫ് സീഡ്സ്? സീഡ്സിൻ്റെ മറ്റു ഉപയോഗങ്ങൾ എന്തെല്ലാം? ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, അതായത് ഭക്ഷണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സീഡ് അല്ലേ? നമ്മൾ റൈസൊക്കെ ഉപയോഗിക്കുന്നത് സീഡ് അല്ലേ അത്? അതെ. ഓയിൽ എക്സ്ട്രാക്ഷൻ, എണ്ണ ഉണ്ടാക്കുന്നതിന് നമ്മൾ പഠിച്ചിട്ടില്ലേ? സൺഫ്ലവർ ഓയിൽ, സോയാബീൻ ഓയിൽ, ഇതൊക്കെ ഓയിൽ ഉണ്ടാക്കുന്നതിനോട് ഉപയോഗിക്കുന്നു. സ്പൈസസ് ആൻഡ് ഫ്ലേവറിങ്, സ്പൈസസ് ഉണ്ടാക്കാൻ. മെഡിസിനൽ യൂസസിന് ഉപയോഗിക്കാറുണ്ട്. ആനിമൽ ഫീഡ്, മൃഗങ്ങൾക്കുള്ള ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ ബിവറേജസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ സീഡ്സുകൾ. അടുത്ത്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് വെയിൻസ് ഇൻ ലീവ്സ്? ലീവ്സിലുള്ള വെയിൻസുകളുടെ പ്രയോജനങ്ങൾ എന്തെല്ലാം? ഇറ്റ് ഈസ് ത്രൂ വെയിൻസ് ഓഫ് ലീവ്സ് വാട്ടർ ഈസ് ബ്രോട്ട് ടു ദ ലീഫ് ആൻഡ് ഫുഡ് ഈസ് ടേക്കൺ ഫ്രം ദ ലീഫ്. നമുക്ക് എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ, വെയിൻസ് വഴിയാണ് നമുക്ക് ലീവ്സിലേക്ക് വെള്ളം എത്തിക്കുന്നതും വാട്ടർ എത്തിക്കുന്നതും പിന്നെ ഭക്ഷണത്തെ ഇലകളിൽ നിന്ന് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതൊക്കെ വെയിൻസ് വഴിയാണ്. ഓക്കെ. വാട്ട് ഈസ് റെട്ടിക്കുലേറ്റ് ആൻഡ് പാരലൽ വീനേഷൻ? Many small branches that come out from it are connected to each other like the links of a net. This is reticular venation. Reticulate venation നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് അല്ലേ? എക്സാമ്പിൾ
jackfruit tree, rose, tulsi, hibiscus, papaya. The veins in the leaf start from the node of the leaf and reach the tip in parallel without touching each other. This is parallel venation. എന്താണ് റെട്ടിക്കുലേറ്റ് വെനേഷൻ, എന്താണ് പാരലൽ വെനേഷൻ? എക്സാമ്പിൾ പാരലൽ വെനേഷൻ എക്സാമ്പിൾ ബാംബു, ഗ്രെയിൻസ്, ബനാന, ഗ്രാസ്. അടുത്തത് ഈസ് ദെയർ എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വീനേഷൻ ഓഫ് ലീവ്സ് ആൻഡ് ദ സ്ട്രക്ചർ ഓഫ് ദ റൂട്ട്സ്? സ്ട്രക്ചർ ഓഫ് ദ റൂട്ട്സും വീനേഷൻ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഉള്ള പ്ലാന്റ്സുകൾ ഏതൊക്കെയാണ്? ഗ്രീൻ ഗ്രാം, ഗ്രാസ്, കോക്കനട്ട് ട്രീ അല്ലേ? ആർ കോമൺലി അസോസിയേറ്റഡ് വിത്ത് പാരലൽ വീനേഷൻ മോണോക്കോട്ട്സ്. അതായത് മോണോക്കോട്ട് പ്ലാന്റ്സിലൊക്കെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഉള്ളവരുടെ എല്ലാം വീനേഷൻ എങ്ങനെയുള്ളതായിരിക്കും? പാരലൽ വീനേഷൻ ആയിരിക്കും. ടാപ്പ് റൂട്ട് സിസ്റ്റം, ജാക്ക് ഫ്രൂട്ട് ട്രീ ആർ ഓഫൺ ലിങ്ക്ഡ് ടു റെട്ടിക്കുലേറ്റ് വീനേഷൻ ഇൻ ഡൈക്കോട്ട്സ്. ഡൈക്കോട്ട് പ്ലാന്റ്സുകളിലൊക്കെ അത് ടാപ്പ് റൂട്ട് സിസ്റ്റം ഉള്ളവരുടെ എല്ലാം വീനേഷൻ ഏകദേശം റെട്ടിക്കുലേറ്റ് ആയിരിക്കും. Some plants in our surroundings which do not show any such relationship between root and leaf. ഇതുപോലെ ഒരു റിലേഷനും കാണിക്കാത്ത ചില സസ്യങ്ങൾ അല്ലേ, ചില സസ്യങ്ങൾ റൂട്ടും ലീഫും നമ്മുടെ അതായത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ പാരലൽ വീനേഷൻ ആണോ നിർബന്ധമില്ല. തിരിച്ചും ടാപ്പ് റൂട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ റെട്ടിക്കുലേറ്റ് ആണോ നിർബന്ധമില്ല. അങ്ങനെ ഒരു റിലേഷൻ കാണിക്കാത്ത സസ്യങ്ങളും നമ്മുടെ ചുറ്റുമുണ്ട്. അതിന് എക്സാമ്പിളാണ് ടാറോ ആൻഡ് യാം. അതിന് എക്സാമ്പിൾ ജസ്റ്റ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. ടാറോ ആൻഡ് യാം ആർ എക്സാമ്പിൾസ്. ഒരു റിലേഷനും കാണിക്കാത്ത രണ്ട് സസ്യങ്ങളാണ് ടാറോ, ചേമ്പും ചേനയും. അടുത്തത് വാട്ട് ഈസ് ടാപ്പ് റൂട്ട് സിസ്റ്റം? എന്താണ് ടാപ്പ് റൂട്ട് സിസ്റ്റം? ടാപ്പ് റൂട്ട് സിസ്റ്റം ഈസ് എ റൂട്ട് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് എ ടാപ്പ് റൂട്ട് ഗ്രോയിങ് ഡൗൺവേർഡ്സ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം ആൻഡ് ബ്രാഞ്ചിങ് റൂട്ട്സ് ഗ്രോയിങ് ഫ്രം ഇറ്റ്. ഒക്കെ അറിയാമല്ലോ, പഠിച്ചല്ലേ നമ്മൾ. ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് വെച്ചാൽ എന്തുവാ? ബേസ് ഓഫ് ദ അല്ലേ, സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്ന് വളർന്ന് ബേസിൽ നിന്ന് ഒരു മെയിൻ ബ്രാഞ്ച് കാണും. അതിൽ നിന്ന് എന്തോ ഒരുപാട് ചെറിയ ചെറിയ അല്ലേ, ബേസ് ഓഫ് ദി സ്റ്റെമ്മിൽ നിന്ന് ഒരു മെയിൻ ആയിട്ട് ടാപ്പ് റൂട്ട് കാണും. അതിൽ നിന്ന് ചെറിയ ചെറിയ ബ്രാഞ്ചസ്, ചെറിയ റൂട്ട്സ്, ബ്രാഞ്ചിങ് റൂട്ട്സ് അല്ലേ കാണും. അതിൻ്റെ പറയുന്ന പേരാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. മാംഗോ ട്രീ ആൻഡ് ജാക്ക് ഫ്രൂട്ട് ട്രീസ് അതൊക്കെ നമ്മൾ പഠിച്ച. വാട്ട് ഈസ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഈസ് വൺ ഇൻ വിച്ച് മെനി ഫൈബർ ലൈക്ക് റൂട്ട്സ് ഗ്രോ ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം. അപ്പോൾ അവിടെ മെയിൻ ടാപ്പ് റൂട്ട് കാണത്തില്ല. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? സ്റ്റെമ്മിൽ നിന്ന് ഒരുമിച്ചല്ല ഒരുപോലെ കുറേ റൂട്ട്സ് ഫൈബർ ലൈക്ക് അല്ലെ, അതുപോലെ ഒത്തിരി വേരുകളുണ്ടായിരിക്കും. അവിടെ മെയിൻ വേരായിട്ടൊന്നുമില്ല. സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്ന് മൊത്തത്തിലാണ് ചെറിയ ചെറിയ വേരുകൾ കാണപ്പെടുന്നു അല്ലേ. പ്ലാന്റ്സ് ബിലോങ് ടു ദ ഗ്രാസ് ഫാമിലി. ഗ്രാസ് ഫാമിലിയിൽ പെടുന്ന എല്ലാം ഫൈബ്രസ് റൂട്ട് സിസ്റ്റമാണ്. അടുത്തത് ലിസ്റ്റ് ദ വീനേഷൻ ആൻഡ് ദ റൂട്ട് സിസ്റ്റം. അപ്പോൾ നമുക്ക് ചെറിയ കുറച്ച് ഇത് തന്നിട്ടുണ്ട്, പ്ലാന്റ്സുകൾ തന്നിട്ടുണ്ട്. അപ്പം സീഡ്സുകളും പ്ലാന്റ്സൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീനേഷനും റൂട്ട് സിസ്റ്റം ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. പിന്നെ ഗ്രീൻ ഗ്രാം വീനേഷൻ റെട്ടിക്കുലേറ്റ്, റൂട്ട് സിസ്റ്റം ടാപ്പ് റൂട്ട് സിസ്റ്റം. ഞങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം. നിങ്ങൾക്ക് മാറ്റി ദ ഫോളോയിങ് ഒക്കെ വരുമ്പം നിങ്ങൾക്ക് എഴുതാം. ഗ്രാസ് വീനേഷൻ പാരലൽ, റൂട്ട് സിസ്റ്റം ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. കൂടുതലായിട്ട് ഇത് മാറ്റി ദ ഫോളോയിങ്ങിലാണ് കണ്ടുവരുന്നത് കേട്ടോ. ജാക്ക് ഫ്രൂട്ട് ട്രീ വീനേഷൻ റെട്ടിക്കുലേറ്റ്, റൂട്ട് സിസ്റ്റം ടാപ്പ് റൂട്ട് സിസ്റ്റം. പിന്നെ കോക്കനട്ട് ട്രീ വീനേഷൻ പാരലൽ ആയിരിക്കും, റൂട്ട് സിസ്റ്റം ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. അടുത്തത് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂട്ട്സ്. ഇനി കുറച്ച് റൂട്ട്സുകൾ നമ്മൾ പഠിച്ചില്ലായിരുന്നു, സ്റ്റിൽട്ട് റൂട്ട് അങ്ങനെ പ്രോപ്പ് റൂട്ടൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുക ടീച്ചർ. ഫസ്റ്റ് വൺ പ്രോപ്പ് റൂട്ട്സ് ഗ്രോ ഫ്രം ദ സ്റ്റെം ടു സപ്പോർട്ട് ദ പ്ലാന്റ് അല്ലേ. സ്റ്റെമ്മിൽ നിന്നും വളരുന്നതാണ് ഇത്. പിന്നെ സസ്യങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന പ്ലാന്റ്സ് ആണ്. എക്സാമ്പിൾ ബനിയൻ ട്രീ. അടുത്ത സ്റ്റിൽട്ട് റൂട്ട്സ് ഗ്രോ ഫ്രം ദ സ്റ്റെം ടു ആങ്കർ ദ പ്ലാന്റ് ഇൻ ലൂസ് സോയിൽ അല്ലേ. എക്സാമ്പിൾ കോൺ പ്ലാന്റ്. അടുത്ത എന്താ? ക്ലിങ്ങിങ് റൂട്ട്സ് അറ്റാച്ച് ടു സർഫസ് ടു ഹെൽപ്പ് ദ പ്ലാന്റ് ക്ലൈംബ് അല്ലേ. എന്താ ഇത് പ്ലാന്റ് അതായത് ഒരു ചെടിയുടെ സർഫസിൽ പറ്റിപ്പിടിച്ചിട്ട് അതിനെ ക്ലൈംബ് ചെയ്യാൻ, അതിനെ വളരാൻ വേണ്ടി സഹായിക്കുന്നതാണ് ക്ലിങ്ങിങ് റൂട്ട്സ്. എക്സാമ്പിൾ ഇംഗ്ലീഷ് ഐവി. അടുത്ത ന്യൂമാറ്റോഫോഴ്സ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് റൂട്ട് ഫൗണ്ട് ഇൻ മാംഗ്രോവ്സ്. മാംഗ്രോവ്സിൽ കാണപ്പെടുന്ന പ്രത്യേക തരത്തിലുള്ള റൂട്ടുകളാണ് ന്യൂമാറ്റോഫോഴ്സ്. ദ ടിപ്സ് ഓഫ് ദീസ് റൂട്ട്സ് റൈസ് ഫ്രം ദ സോയിൽ ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. ഇതിൻ്റെ ടിപ്പ് എപ്പോഴും മണ്ണിൽ നിന്നും അറ്റ്മോസ്ഫിയറിലേക്ക് എന്തിരിക്കും? മണ്ണിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് പൊങ്ങിയായിരിക്കും അല്ലേ. they are known as ബ്രീത്തിങ് റൂട്ട്സ് ആസ് ദ ഹെൽപ്പ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അവർ ബ്രീത്തിങ് റൂട്ട്സ് ഒന്നും പറയുന്നത് എന്തുകൊണ്ട്? അവർ ഗ്യാസ് എക്സ്ചേഞ്ചിന് സഹായിക്കുന്നുണ്ടല്ലേ. അടുത്തത് വാട്ട് ആർ മോണോക്കോട്ട് പ്ലാന്റ്സ് ആൻഡ് ഡയക്കോട്ട് പ്ലാന്റ്സ്. മോണോക്കോട്ട് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാലും ഡയക്കോട്ട് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാലും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
പ്ലാന്റ്സ് ദാറ്റ് ഹാവ് ഓൺലി വൺ കോട്ടിലിഡൻ സച്ച് പ്ലാന്റ്സ് ആർ കോൾഡ് മോണോകോട്ട് പ്ലാന്റ്സ്. ഒരു കോട്ടിലിഡൻ മാത്രമുള്ള സസ്യങ്ങളെ പറയുന്ന പേരാണ് മോണോകോട്ട് പ്ലാന്റ്സ്. ചില ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിക്കണം. ഫൈബ്രസ് റൂട്ട്സ്, അൺബ്രാഞ്ച്ഡ് സ്റ്റെം ആൻഡ് ലീവ്സ് വിത്ത് പാരലൽ വീനേഷൻ ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോണോകോട്ട് പ്ലാന്റ്സ്. എക്സാമ്പിൾ കോക്കനട്ട് ട്രീ. അപ്പോൾ എന്ത് ഫൈബ്രസ് റൂട്ട്സ് ആയിരിക്കും, അൺബ്രാഞ്ച്ഡ് സ്റ്റെം ആയിരിക്കും, ലീവ്സ് വിത്ത് പാരലൽ വീനേഷൻ ആയിരിക്കും. ഇതെല്ലാം മോണോകോട്ട് പ്ലാന്റ്സിൻ്റെ പ്രത്യേകതകൾ. എക്സാമ്പിൾ കോക്കനട്ട് ട്രീ. അടുത്തത് പ്ലാന്റ്സ് വിത്ത് 2 കോട്ടിലിഡൻസ് ആർ കോൾഡ് ഡയക്കോട്ട് പ്ലാന്റ്സ്. അതായത് 2 കോട്ടിലിഡനുള്ള സസ്യങ്ങളെ പറഞ്ഞ ഡയക്കോട്ട് പ്ലാന്റ്സ്. ഡയക്കോട്ട് പ്ലാന്റ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ എ ടാപ്പ് റൂട്ട് സിസ്റ്റം, ലീവ്സ് വിത്ത് റെട്ടിക്കുലേറ്റ് വീനേഷൻ എലോങ് വിത്ത് ബ്രാഞ്ചഡ് സ്റ്റെം. അല്ലെ, ബ്രാഞ്ചഡ് സ്റ്റെം ആയിരിക്കും, റെട്ടിക്കുലേറ്റ് വീനേഷൻ ഉണ്ടായിരിക്കും, ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. ഇതാണ് ഡയക്കോട്ട് പ്ലാന്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അതിൻ്റെ എക്സാമ്പിൾ ജാക്ക് ഫ്രൂട്ട് ട്രീ. ഇനി അടുത്തത് വാട്ട് ഈസ് എക്സ്റ്റൻഷൻ. എക്സ്റ്റൻഷൻ വെച്ചാൽ വംശനാശം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എക്സ്റ്റൻഷൻ ഈസ് ദ കുറേ ഓർഗാനിസംസ് നശിച്ചു പോകുന്നത്. എക്സ്റ്റൻഷൻ ഈസ് ദ റിഡക്ഷൻ ഇൻ ദ പോപ്പുലേഷൻ ഓഫ് ആൻ ഓർഗാനിസം ആൻഡ് ദ ഡിസപ്പിയറൻസ് ഫ്രം ദ എർത്ത്. കുറേ ഓർഗാനിസംസ് ഉണ്ടായിരുന്നിട്ട് അവിടെ പോപ്പുലേഷൻ ക്രമേണ റെഡ്യൂസ് ചെയ്ത് കുറഞ്ഞു പോകുന്നു. അല്ലേ, റിഡക്ഷനായി പോകുന്നു. അങ്ങനെ പറയുന്ന റെഡ്യൂസ് ചെയ്ത് അവസാനം ഭൂമിയിൽ നിന്നും ഡിസപ്പിയർ ആയി പോകുന്നു. അതിനാണ് നമ്മൾ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. മേജർ റീസൺ ഫോർ ദിസ് ഈസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ നാച്ചുറൽ ഹാബിറ്ററ്റ് ഓഫ് ദ ഓർഗാനിസം. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഇങ്ങനെയുള്ള ജീവികൾക്ക് നാച്ചുറൽ ഹാബിറ്ററ്റ് ഇല്ലാതാവുന്നതാണ്. അല്ലേ, ഭൂമിയിൽ നാച്ചുറൽ ഹാബിറ്ററ്റ് ഇല്ലാതാവുന്നതാണ് ഇങ്ങനെയുള്ള ജീവികൾക്ക് വംശനാശം സംഭവിക്കാൻ, ജീവികൾ ഭൂമുഖത്ത് നിന്ന് ഡിസപ്പിയർ ആകാൻ കാരണം. ടു സേവ് ഓർഗാനിസംസ് ഫ്രം എക്സ്റ്റൻഷൻ. ഓർഗാനിസംസിലെ ജീവികളെ എക്സ്റ്റൻഷനിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ദ നാച്ചുറൽ ഹാബിറ്റാറ്റ്സ് മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്. അവർ നാച്ചുറൽ ഹാബിറ്റാറ്റ് എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യണം. ഓക്കെ, എക്സാമ്പിൾ ഇന്ത്യൻ ബ്രിക്ലി ആഷ്, മുള്ളിലം, പിന്നെന്താ പറയുക തുമ്പ. ഇതാണ് എക്സാമ്പിൾ വന്നിരിക്കുന്നത്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻ ആൻസറുകൾ നിങ്ങൾ പഠിക്കണം. അപ്പോൾ അടുത്ത സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുമായിട്ട് മിസ് അടുത്ത ക്ലാസ് വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.